മലയാളത്തിൻ്റെ അഭിമാനം ഷൈനി വിൽസൺ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. FCAയിൽ നീണ്ട 41 വർഷത്തെ ഏതാണ്ട് 42ാം വർഷത്തിലേക്ക് കടന്നു. ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് അവർ പടിയിറങ്ങുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾ ചോദിക്കുക ഇനി എന്താ ഭാവി പരിപാടി. പക്ഷെ ഞാനിപ്പം ഇവിടെ തമിഴ്നാട് അത്ലറ്റിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഇപ്പം സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗവർണിംഗ് ബോഡി മെമ്പറാണ്. ഇപ്പോൾ എക്സ്പോർട്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിപ്പോൾ ഒരു പുതിയ കമ്മിറ്റി ഉണ്ട്. അപ്പം അതിൽ തന്നെ തിരക്കായിരിക്കും. റിട്ടയർ ചെയ്താലും സ്പോർട്സിൻ്റെ കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കും. തലമുറ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ അത്ലറ്റിക്സ് ഭരിച്ചിരുന്ന കേരളമാണെന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു കുറവ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക്? നമ്മുടെ ടൈമിൽ ഞാനും ഉഷയൊക്കെ 10-18 വർഷം ചെയ്തു. അത് കഴിഞ്ഞ് അഞ്ചു വന്നു, പ്രീജ വന്നു, ബീനാമോള്, അങ്ങനെ മേഴ്സിക്കോട്ട്, അങ്ങനെ ഒത്തിരി അത്ലറ്റ്സ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ശ്രീശങ്കർ, അങ്ങനെ ഒത്തിരി അത്ലറ്റ്സ് നമ്മുടെ വരുന്നുണ്ട്. എങ്കിൽ പോലെ നമ്മുടെ ടൈമിൽ മലയാളികൾ നാഷണൽ ക്യാമ്പിൽ ഞങ്ങളൊക്കെ പട്യാലയിൽ 82 ഏഷ്യൻ ഗെയിംസിൻ്റെ ക്യാമ്പിൽ നോക്കുമ്പോൾ ഒരു 90% മലയാളീസ് ആയിരുന്നു. ഒരു 10% ബാക്കിയുള്ള കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. നമുക്ക് കഴിഞ്ഞ ഞാൻ ഗുജറാത്തിൽ നടന്ന നാഷണൽ ഗെയിംസ് കാണാൻ പോയപ്പോൾ ഞങ്ങളെപ്പോഴും 4x400 മീറ്റർ റിലേ, ഞാൻ ഉഷ, വത്സമ്മ, ചിലപ്പോൾ സാറാമ്മയായിരിക്കും, അല്ലെങ്കിൽ മേഴ്സി ആയിരിക്കും, അങ്ങനെ മാറി മാറി എപ്പോഴും ഒരു 100 മീറ്ററോളം ഫ്രണ്ടിൽ, അറ്റ്ലീസ്റ്റ് 80 മീറ്ററോളം ഫ്രണ്ടിലായിരിക്കും, ലീഡോടെ ആയിരിക്കും കേരള ടീം ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് കാണുമ്പോൾ അവർ 4th 5th ഒക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് അത്ലറ്റിക്സ് ഇനങ്ങളിൽ എന്താ ശരിക്കൊരു ഭാവിയായിട്ട് ഫീൽ ചെയ്യുന്നത്? കേരള ഗവൺമെൻറ് കുറച്ചും കൂടെ എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ കുറവാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ കേരളമാണ് പ്രൈസ് മണി സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കേരളമാണ് തുടങ്ങി വെച്ചത്. നമ്മുടെ ടൈമിലൊക്കെ ചോദിക്കുമായിരുന്നു, കേരളത്തിൽ നിന്ന് വന്ന് നിങ്ങൾ എന്താ ഇത്ര പ്രത്യേകതയെന്ന് ആ സമയത്ത് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നേ, നിങ്ങൾ കോക്കനട്ട് കഴിച്ചിട്ടാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുക, എന്നോടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഷൈനി ഉഷയൊക്കെ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്നാ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പറയാം, ഞങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, നമ്മുടെ പേരൻസ് ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ സമയത്ത് ഗവൺമെൻറ് നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിലെ നമ്മൾ പൊതുവിൽ ഈ കായിക ഇനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ സർക്കാർ പറയുന്നൊരു സാധനം മെസ്സിനെ കൊണ്ടൊന്ന് കളിപ്പിക്കാൻ പോകുന്നു. അതൊരു വലിയൊരു ചിലവിലേക്ക് പോകുന്ന കാര്യമാണ്. എല്ലാവർക്കും അതിനുള്ള ആ എമൗണ്ട് കുട്ടികളുടെ പിന്നെ ഫുഡിനും കാര്യങ്ങൾക്കും എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പൈക്സ്, ഷൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുത്താൽ ശരിക്കും സ്പോർട്സ് ഇമ്പ്രൂവ്. കളി കാണണമെങ്കിൽ TV കണ്ടുകൂടെ. മെസ്സി വന്നുകൊണ്ട് കേരളത്തിലെ കായിക രംഗം മെച്ചപ്പെടുന്നതാണോ? അത് എനിക്ക് തോന്നുന്നില്ല.